തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡായ തെക്കുമുറിയിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച സേവ് CPI ജില്ലാ കമ്മിറ്റി അംഗം അബ്ദുൽ മജീദ് അട്ടിമറി വിജയം നേടി. കഴിഞ്ഞ 20 വർഷമായി കോൺഗ്രസ് കൈവശം വെച്ചിരുന്ന വാർഡ് 29 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് LDF പിടിച്ചെടുത്തത്. മുന്നണി ധാരണ പ്രകാരം CPI മത്സരിക്കേണ്ട വാർഡായിരുന്നെങ്കിലും ഇത്തവണ സേവ് CPI പ്രതിനിധിയെ LDF സ്വതന്ത്രനായി രംഗത്തിറക്കുകയായിരുന്നു. ഇടതുമുന്നണിയുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് ഈ ചരിത്ര വിജയത്തിന് പിന്നിലെന്ന് അബ്ദുൽ മജീദ് പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിലെ 20 വർഷമായി നഷ്ടപ്പെട്ട വാർഡ്, ആ വാർഡിനെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൂടെ തെക്കുമുറി വാർഡ് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷത്തെ വികസന മുരടിപ്പിന് ഏറ്റവും വലിയ ഒരു ഉത്തരമാണ് ഈ സ്ഥാനാർത്ഥിയായി എന്നെ ജയിപ്പിച്ച ആളുകൾക്ക് നൽകിയതുള്ളത്. UDFിൻ്റെ കെടുകാര്യസ്ഥക്കെതിരെയും സ്വകാര്യ വ്യക്തികൾക്കും സ്വന്തക്കാർക്കുമെതിരെ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൻ്റെ വ്യക്തി ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ള ആക്ഷേപം വ്യാപകമായി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ഈ നാട്ടിലെ നല്ലവരായ നല്ല മനസ്സുള്ള വോട്ടർമാർ ജയിപ്പിച്ചിട്ടുള്ളത്. അതിന് എല്ലാ ആളുകൾക്കും ഈ വരുന്ന 5 വർഷത്തേക്ക് ജനങ്ങളുടെ കൂടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാത്തിലും ഞാൻ കൂടെ ഉണ്ടാവുമെന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായി ഈ വാർഡിലെ വോട്ടർമാരോട് ഉണർത്താനുള്ളത്. സംസ്ഥാന നേതാവ് സന്ദീപ് ജി വാര്യർ ഉൾപ്പെടെയുള്ളവർ പ്രചാരണത്തിനെത്തിയ അദ്ദേഹത്തിന്റെ സ്വന്തം വാർഡ് കൂടിയാണ് തെക്കുമുറി. ജില്ലയിൽ CPIക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സേവ് CPI അംഗത്തിന്റെ ഈ വിജയം ശ്രദ്ധേയമാണെന്ന് സേവ് CPI ജില്ലാ സെക്രട്ടറി പാലോട് മണികണ്ഠൻ പറഞ്ഞു. ഞങ്ങളൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിലാണ്, ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് അവസാനം CPIക്ക് അവിടെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നത്. അവസാനത്തെ മെമ്പർ എന്ന് പറയാവുന്നത് ഗംഗാന്തർജനാണ്. അരിവാളും നെൽക്കതിനും അടയാളത്തിൽ ആണ് ഗംഗാന്തർജനം മത്സരിച്ച് അവിടെ ജയിച്ചത്. അതിൻ്റെ ശേഷം നീണ്ട 20 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തെക്കുമുറിയിൽ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്രാവശ്യം സേവ് CPIയുടെ ഭാഗമായി മത്സരിച്ച സേവ് CPI ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ സഖാവാസി ഏകദേശം 29 വോട്ടിന് 20 വർഷക്കാലത്തിൻ്റെ ദൗർഭാഗ്യകരമായ സാഹചര്യം മറികടന്ന് അവിടെ വിജയിച്ചു. കത്രിക ചിഹ്നത്തിലാണ് മത്സരിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് സഖാവ് അസി മത്സരിച്ചത്. അസീനെ അവിടുത്തെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ചു. അതിൽ ഞങ്ങളെ സംവിധാനത്തെ സംബന്ധിച്ച് വലിയ സന്തോഷമാണുള്ളത്. പാലക്കാട് ജില്ലയിൽ 13 പഞ്ചായത്തുകളിലായി 23 വാർഡുകളിലേക്കും ഒരു ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് സേവ് CPI മത്സരിച്ചത്. അതിൽ മിക്കവാറും സ്ഥലങ്ങളിൽ, അത് കുഴൽമന്തായാലും കരിമ്പുഴയിലായാലും തൊട്ടടുത്ത പല പ്രദേശങ്ങളിലായാലും CPIയും സേവ് CPIയും മത്സരരംഗത്തുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ CPI 4ാം സ്ഥാനത്തേക്ക് പോവുകയും സേവ് CPI 2ാം സ്ഥാനത്തേക്ക് വരികയും ചെയ്യുന്ന സംഭവം ഈ 11-ന് നടന്ന തെരഞ്ഞെടുപ്പും 13-ൻ്റെ വിധിയോടുകൂടി ഈ ജില്ലയ്ക്കകത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സേവ് CPI എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിൽ വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ അഴിമതി നിറഞ്ഞ സാഹചര്യവും അഴിമതിക്കെതിരായി പ്രതികരിക്കുന്ന സമയത്ത് അതിനെതിരെ നേതൃത്വത്തിന് പരാതി കൊടുത്താൽ അത് പരിഗണിക്കാനും പരിശോധിക്കാനും തയ്യാറാക്കാത്ത സാഹചര്യത്തിലാണ് ജില്ലയ്ക്കകത്ത് 2022-ൽ സേവ് CPI എന്ന് പറയുന്ന സംവിധാനം പിറവിയെടുക്കുന്നത്. ആ സംവിധാനം ഉയർത്തിപ്പിടിച്ച ലക്ഷ്യങ്ങൾ, ആശയപരമായിട്ടുള്ള ദൃഢത, അതൊക്കെ തന്നെ ഒന്നും കൂടി അരക്കിട്ട് ഉറപ്പിക്കുന്ന രൂപത്തിലുള്ള ജനവിധിയാണ് ഞങ്ങളുടെ ഈ ചെറിയ സംവിധാനത്തിന് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ഞങ്ങൾക്കതിൽ വലിയ സന്തോഷമുണ്ട്. കേരളത്തിൽ മൊത്തം ഞങ്ങൾ ഈ പറഞ്ഞ ഒരു പ്രതീക്ഷാ നിർഭരമായി ഒരു സർക്കാരിനെ നോക്കിക്കണ്ടിരുന്ന ജനതയ്ക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത നിരവധിയായ വിഷയങ്ങൾ ഈ കേരളീയ സമൂഹത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടമാടുന്നു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായത്. ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നു എന്ന് മുൻകൂട്ടി മനസ്സിലാക്കാനും അതിന് പരിഹാരം കാണാനും ശ്രമിക്കേണ്ട ബന്ധപ്പെട്ട ആളുകൾ അതിൽ നിന്ന് ഒളിച്ചോടിയതിൻ്റെ ഫലമാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കനത്ത പരാജയം ഏൽപ്പിക്കുന്ന രൂപത്തിലുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. ജില്ലയിൽ ഔദ്യോഗിക CPIയെ പിന്തള്ളി സേവ് CPIക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞതായും അദ്ദേഹം അവകാശപ്പെട്ടു. 2 പതിറ്റാണ്ടിനു ശേഷം വാർഡ് തിരിച്ചുപിടിക്കാനായത് ഇടതുമുന്നണിക്ക് വലിയ ആവേശം പകർന്നിട്ടുണ്ട്. CCN ചത്തല്ലൂർ.